ഹായ് ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു ഷിംല അൻജസ് വ്ലോഗ്. എന്തുണ്ടെല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് അടുക്കളയിൽ നിന്ന് തുടങ്ങാതെ അരങ്ങത്തുനിന്ന് തുടങ്ങാം കേട്ടോ. അതായത് ഞാൻ എൻ്റെ ഫേവറേറ്റ് സ്പോട്ടിൽ കുറേ നേരമായിട്ട് വന്നിരിക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ചില ദിവസങ്ങളിൽ ഭയങ്കര എന്താ പറയുക, ജോലികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനൊരു മടി വരുമല്ലോ, അങ്ങനെ ഒരു ദിവസമാണ് കേട്ടോ ഇന്നത്തേത്. പിള്ളേരെയൊക്കെ സ്കൂളിൽ കൊണ്ടുവന്നാക്കി, ഇന്ന് വണ്ടി നേരത്തെ വന്നു, അതുകൊണ്ട് കുറച്ച് നേരത്തെയാണ് പോയത്. കൊണ്ടുവന്നാക്കിയിട്ട് വന്ന് കാപ്പിയൊക്കെ കൊടുത്തു വാപ്പാക്ക്. ഞാനും കാപ്പിയൊക്കെ കുടിച്ചിട്ട് അടുക്കളയുടെ ഭാഗത്തോട്ട് പോലും പോയിട്ടില്ല. ക്ലീനിങ്ങും കുക്കിങ്ങും സ്റ്റിച്ചിങ്ങും വീഡിയോ എടുക്കലും അങ്ങനെ ഒരു ലോഡ് ജോലിയുണ്ട് കേട്ടോ. ആലോചിക്കുമ്പോൾ തന്നെ ഭ്രാന്ത് വരും. അതുകൊണ്ടാണ് ഒന്നും ചെയ്യാതെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് നേരം നമുക്ക് പുറത്തൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി നടന്നിട്ട് പതിയെ അടുക്കളയിലോട്ട് കയറാമെന്ന്. അപ്പോൾ എനിക്ക് കുറച്ച് ചീരവിത്ത് കൊണ്ട് തന്നിട്ട് നീ നട്, എന്താവുമെന്ന് നോക്കട്ടെ എന്ന് വെല്ലുവിളി പോലെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനത് നട്ടിട്ട് 3-4 ദിവസമായി കേട്ടോ. ഇതുവരെ ഒരു അനക്കവും സംഭവിച്ചിട്ടില്ല. ശശിയാവാനാണ് ചാൻസ് കൂടുതലെന്ന് തോന്നുന്നു. നോക്കട്ടെ. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മല്ലിയില കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എൻ്റെ മൂട് മാത്രം നട്ടിട്ട് പിടിക്കൂ എന്നറിയാൻ വേണ്ടിയിട്ട് നട്ടത്. അതുമൊക്കെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പോൾ കുറച്ച് നേരം നമുക്ക് പുറത്ത് സ്പെൻഡ് ചെയ്യാം, എന്നിട്ട് അടുക്കളയിലോട്ട് കയറാം. രാവിലെ നിങ്ങൾക്ക് വീഡിയോയിൽ ഒരു കിളി വിളിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ? ഇവിടെ റൂഹാനി എന്ന് പറയൂ കേട്ടോ ഈ കിളിയെ. ശരിക്കും എനിക്കിത് വിളിക്കുന്നത് ഭയങ്കര പേടിയാണ്. ഇത് വിളിച്ചാൽ മരണം കേൾക്കും എന്ന് പറയാറുണ്ട്. അന്ധവിശ്വാസമാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, അങ്ങനെ പറയാറുണ്ട് കേട്ടോ. പക്ഷേ രാവിലെ ഇവിടെ പള്ളിയിൽ മരിപ്പൊളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുല്ലൂറൂക്കിൽ ആരോ മരിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ സംഭവം വിളിച്ചാൽ എനിക്ക് എന്തോ ഒരു വല്ലാത്ത ഫീൽ വരും കേട്ടോ. അറിയാൻ വയ്യ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പതുക്കെ എണീക്കാം. കണ്ടോ, ഇവിടെ എവിടെയോ ആണ് കേട്ടോ അത് വിളിക്കുന്നത്. അതോ ആ മരത്തിലിരിക്കുന്നത്. ഇതിനെവിടെ വാലാട്ടിക്കിളിന്ന് നമ്മളിത് വിളിക്കാത്ത സമയത്ത് ഇതിനെ വാലാട്ടി എന്ന് പറയാറുണ്ട് കേട്ടോ. ഇങ്ങനെ വിളിക്കുമ്പോൾ റൂഹാനി എന്നും പറയാറുണ്ട്. കാണുന്നുണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ആ മരച്ചില്ലയുടെ ഇടയിലായിട്ട് ആ സംഭവമുണ്ട്. പറന്നുപോയി. ഓക്കെ, നമുക്കെന്തായാലും നമ്മുടെ കൃഷി സ്ഥലങ്ങളൊന്ന് വീക്ഷിക്കാം. ഇക്കാലത്ത് പറഞ്ഞിട്ട് ഞാനിവിടെ മണ്ണൊക്കെ ഇടിച്ച് നിരത്തി ഇടിയിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നടാമെന്നൊക്കെ പറഞ്ഞിട്ട് മിക്കവാറും ഒന്നും നടക്കില്ല. പിന്നെ ഞാൻ കുറച്ച് ഉള്ളിത്തൊലി കാര്യങ്ങളൊക്കെ ചുമ്മാ കൊണ്ടുവന്ന് അവിടെ വിതറിയിട്ടിട്ടുണ്ട്. ഈ വെള്ളം ഒഴിച്ചിട്ടേക്കുന്ന ഭാഗത്ത് മുളക്, ഉണക്കായിട്ട മുളക് കുറച്ച് അരി കിട്ടുമല്ലോ, അതുകൊണ്ട് ഇന്നിട്ടേക്കാണ് കേട്ടോ. പിടിക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അതുപോലെ ഈ തെർമോക്കോളിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ടാണ് ഞാൻ എൻ്റെ ചീരവിത്ത് പാകിയിരിക്കുന്നത്. ഒരനക്കവും കാണാനില്ല. പക്ഷെ ഇവിടെ നിന്ന് ആരോ മണ്ണ് മാറ്റിയേക്കുന്നു. അതാരാ? പൂച്ചയായിരിക്കുമോ? അറിയത്തില്ല കേട്ടോ. പിടിക്കുമെന്തോ നോക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ വേസ്റ്റ് ഇട്ടിട്ട് ബക്കറ്റ് വെച്ചിരുന്നത് കണ്ടില്ലാന്ന്. ഇത് നമ്മൾ അടുക്കള ഡോറ്, ഇതിൻ്റെ വെളിയിലായിട്ടാണ് ഞാൻ ബക്കറ്റ് വെച്ചിരുന്നത് കേട്ടോ. ഇവിടെ നിന്നാണത് മിസ്സായേക്കുന്നത്. എങ്ങോട്ട് പോയെന്ന് എനിക്കറിയാൻ വയ്യ. അതിനുശേഷം ഞാനൊരു കുട്ടി ബക്കറ്റാക്കി. ആയിരിക്കുന്ന ബക്കറ്റ് ഉണ്ടോ, ആ ബക്കറ്റിലാണ് ഇപ്പോൾ വേസ്റ്റ് ഇട്ട് വെച്ചേക്കുന്നത്. ഞാൻ അത് എടുത്തുകൊണ്ട് പോകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ അത് ഇവിടെയായിട്ട് ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി മനുഷ്യന്മാരാണ് എടുത്തുകൊണ്ട് പോയെങ്കിൽ നല്ല പാത്രങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. വേസ്റ്റ് ബക്കറ്റ് എന്തിനാണ് കൊണ്ടുപോയെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇനി മല്ലിയില കാണിച്ചു തരാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എന്നെ ഞെട്ടിച്ചിട്ടുണ്ട്. കാരണം കാണിച്ചു തരാം. കണ്ടോ, അത്യാവശ്യം എല്ലാത്തിലും ആ നിന്ന ഇലകളുണ്ടല്ലോ, അതായത് ഒരു കുഞ്ഞു നാമ്പ് എല്ലാത്തിലും ഉണ്ടായിരുന്നേ. അതെല്ലാം ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതിനി വളർന്ന് പുഷ്ടിപ്പെട്ട് വരുമോ അതോ ഉണങ്ങിപ്പോകുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇപ്പോൾ മാഷാ അല്ലാ എല്ലാത്തിലും ആ ഒരു പച്ചപ്പ് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നട്ടാലും പിടിക്കും എന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. മൊത്തത്തിൽ പിടിച്ച് വന്നിട്ട് കഥ പറയാം കേട്ടോ. നമ്മൾ നടുന്ന സമയത്ത് ഒരു ചെറിയ നാമ്പ് പോലെ ഒരു കുഞ്ഞില നിൽക്കുമല്ലോ, അതാണ് കേട്ടോ ഇപ്പോൾ ഇത്രയും വളർന്നേക്കുന്നത്. അതുപോലെ തന്നെ അമ്മച്ചി ഒരു ഗ്ലാസിൻ്റെ അകത്താക്കിയിട്ട് ഒരു തൈ നട്ടിട്ട് അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ, വീട്ടിൻ്റെ അകത്ത്. അതായത് വൈകിട്ടല്ലല്ലോ, നമ്മൾ രാവിലെ 11 മണിയൊക്കെ ആയപ്പോഴാണ് ഇത് കൊണ്ടുവന്നത്. അപ്പോൾ അതിന് ശേഷം അമ്മച്ചി അതെടുത്ത് നട്ടിട്ട് പിറ്റേന്നാണ് അത് കൊണ്ടുപോയെന്ന് തോന്നുന്നു. അപ്പം അതിങ്ങനെ അകത്ത് വെച്ചിട്ടും കുറച്ചിങ്ങനെ
എന്താണ് എനർജറ്റിക് ആയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെയും നമുക്ക് നടാമെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. മല്ലിയില ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഏത് കറിയിലിട്ടാലും നല്ല ടേസ്റ്റാണ്, ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, അതിൻ്റെ അകത്ത് പോയിസൺസ് ഒരുപാടുള്ളതാണല്ലോ, വിശ്വസിക്കാൻ പറ്റത്തില്ല. ഒരുപാട് കെമിക്കലും കാര്യങ്ങളൊക്കെ അടിച്ച് വരുന്നതാണ്. ഒരു ദിവസത്തിൽ കൂടുതൽ മല്ലിയില ഇരിക്കത്തുമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും മല്ലിയില സൂക്ഷിക്കുന്ന രീതി അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഞാൻ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിലും വാടിപ്പോകാറാണ് പതിവ്. മുമ്പ് ഇവിടെ നിറയെ മല്ലിയില, പുതിനയില്ലേ, ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പുതിനയൊക്കെ. ഇപ്പം ഈ മതിൽ കെട്ടിയേക്കുന്ന ഈ ഒരു ഭാഗത്ത് നമ്മൾ ബേസ്മെൻറ്റ് ഇട്ടിരുന്ന സമയത്ത് ഇഷ്ടം പോലെ മല്ലിയും പുതിനയും അതുപോലെ തക്കാളി, ഉണ്ടമുളക്, തക്കാളി, നമ്മുടെ മറ്റേ കടമുളകില്ലേ, കടമുളകിന് നിങ്ങളെന്താ പറയുക, വറ്റൽമുളകിൻ്റെ ആ ഒരു സംഭവം, അത് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ നിന്ന് അങ്ങറ്റം വരെ. വണ്ടി വരുന്നു, അത് പോയിട്ട് പറയാം. ആ ഓക്കെ. അപ്പോൾ അതുപോലെ ഒരുപാട് സാധനങ്ങൾ ഞാനും ഇക്കായും കൂടി ചേർന്നിട്ട് ഒത്തിരി നട്ടിട്ടുണ്ടായിരുന്നു. തക്കാളിക്ക് ഒരുപാട് കുടിക്കുമായിരുന്നു കേട്ടോ, ഒരുപാട് കിട്ടുമായിരുന്നു. തക്കാളിയും മുളകും ഒന്നും പൈസ കൊടുത്ത് മേടിക്കേണ്ടി വരത്തില്ലായിരുന്നു. പൈസ കൊടുത്ത് മേടിക്കുക എന്നുള്ളതിലുപരി നമുക്ക് നല്ല ഫ്രഷായിട്ട് പച്ചക്കറികൾ കിട്ടുമല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പച്ചക്കറിയൊക്കെ നടണം എന്നുള്ളത്. ഇഷ്ടം മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ അതിനെ പ്രാക്ടിക്കലാക്കി എടുക്കണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. ഇപ്പം എന്തൊക്കെ നമ്മൾ കുറേ കഷ്ടപ്പെട്ടാലും എന്താണ് പുഴു കയറിയിട്ടും അല്ലെങ്കിൽ ഒരുപാട് ഇങ്ങനെ കുരുടിപ്പൊക്കെ സംഭവിച്ചിട്ടും ഒക്കെ പെട്ടെന്ന് ചീത്തയായി പോകും കേട്ടോ. അത് കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും മനസ്സ് മടിക്കുമല്ലോ. അങ്ങനെ ഞാൻ നിർത്തിയതാണ് കേട്ടോ. ആദ്യമൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ ഉണ്ടമുളകില്ലേ, അത് മാത്രം കുറേ ഏരിയയിൽ അപ്പുറത്ത് മുകളിൽ പെരയിടത്തിൽ നട്ടുവെച്ച വെയിലത്തൊക്കെ വെള്ളം കോരിയിട്ടുണ്ട് ഞാൻ ഒരുപാട്. പക്ഷേ ഒരു മുളകിന് പോലും അതിൽ നിന്ന് കിട്ടിയില്ല. അപ്പോൾ പിന്നെ നമ്മൾ സ്വാഭാവികമല്ലേ, നമ്മൾ മടിക്കും. അങ്ങനെ നിർത്തി വെച്ചതാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, സ്റ്റാർട്ട് ചെയ്യണം. പച്ചക്കറി പുറത്തുനിന്ന് മേടിക്കാതെ നമുക്ക് തന്നെ ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. എത്രത്തോളം അങ്ങോട്ട് സെറ്റാവും ശരിയാവും എന്നൊന്നും എനിക്കറിയാൻ വയ്യ. ഇവിടെ പയറുണ്ട്, ഞാൻ മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ, അതിപ്പോൾ പോയി കേട്ടോ. ഉണക്കായപ്പോഴത്തേക്കും ഒരു സീസൺ പോലെയാണല്ലോ, നമുക്ക് കുറേ പച്ചക്കറികളൊക്കെ കിട്ടും. അത് കഴിയുമ്പോഴത്തേക്കും അതൊക്കെ ഉണങ്ങി ഒരു പരിവായി പോകും. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഇഷ്ടം പോലെ പയർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ ഉണങ്ങി തുടങ്ങി. അപ്പോൾ അങ്ങനെ ചീര പിടിക്കില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ, നോക്കട്ടെ. അതുപോലെയൊക്കെ എവിടെ നിന്നാണെന്ന് എനിക്ക് അറിയാൻ വയ്യ കേട്ടോ. കുറേ ചീര പാക്കറ്റ് വിത്ത് അല്ലാണ്ട് വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അതായത് എന്താ പറയുക, പൂവോട് കൂടിയിട്ട് അതിൽ നിന്ന് വിത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുകളിൽ ഉണക്കാൻ വെച്ചേക്കും കേട്ടോ. അതും സെറ്റാവുമെന്ന് അറിഞ്ഞൂടാ, ഒന്നും എനിക്കറിഞ്ഞൂടാ. അത്രയൊക്കെ ഉള്ളു. അപ്പോൾ ഇനി ഈ കഥകളൊക്കെ പറഞ്ഞ് നടന്നാൽ എനിക്ക് ഹന്നത്തിലോട്ട് കുറച്ച് വീഡിയോസ് എടുക്കാനുണ്ട്. കുറച്ചല്ല, ഒരു വീഡിയോ എടുക്കാനുണ്ട്. കുറച്ച് സാധനങ്ങൾ പാക്ക് ചെയ്ത് അയക്കാൻ വേണ്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ പതുക്കെ പിച്ച വെച്ച് റീസ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുവാണല്ലോ. അപ്പോൾ അതിൻ്റേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ. പിന്നെ അപ്പുറത്ത് മെഷീൻ ഇട്ടേക്കുന്നിടത്ത് ഒരു ചുരിദാർ തച്ച് തീർക്കാനും ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അവിടെ പോയിരുന്ന് തയ്ക്കാനൊരു പേടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇന്നലെ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു ചേരയെ കണ്ടു കേട്ടോ. നമ്മൾ യൂസ് ചെയ്യാണ്ടിട്ടേക്കുമല്ലേ. അപ്പോൾ അപ്പുറത്തൊക്കെ പെരയിടമൊക്കെ വൃത്തിയാക്കുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഈ ചൂട് സമയമാകുമ്പോഴത്തേക്കും എപ്പോഴും ഉള്ളതാണ് കേട്ടോ ഈ ഒരു ചേരയുടെ ശല്യം. ചുറ്റും റബ്ബറും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ ചൂടായി കഴിയുമ്പോഴത്തേക്കും അവരിങ്ങനെ പുറത്തോട്ടിറങ്ങി വരും. അതുമല്ല അവിടെ എല്ലാം വൃത്തിയാക്കി, നിറയെ കാട് കയറി കിടക്കുമായിരുന്നു, അതെല്ലാം വൃത്തിയാക്കി. അപ്പോൾ അവർക്കും കിടക്കാൻ സ്ഥലം വേണമല്ലോ. അപ്പോൾ നമ്മൾ അപ്പുറത്തെ വീട് യൂസ് ചെയ്യാതെ ഇട്ടേക്കുമല്ലേ. എൻ്റെ ബാക്ക് സൈഡിലായിട്ട് കുറച്ചിങ്ങനെ കരിയില കൂടി കിടപ്പുണ്ട്. അപ്പോൾ അവിടെ ഇന്നലെ ഞാൻ ഫുൾ അവിടെ നിന്ന് തച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനതിനെ മൈൻഡാക്കാണ്ടിരുന്ന് സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് ഞാൻ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും മുകളിൽ കുഞ്ഞുമായ പറഞ്ഞത് അവിടെ ചേരയായിരുന്നു എന്ന് കേട്ടോ. അതുകൊണ്ട് ഞാൻ കണ്ടില്ല, അതുകൊണ്ട് എനിക്ക് അത്ര പ്രശ്നം തോന്നിയില്ല. കണ്ടിരുന്നെങ്കിൽ ഇതിൽ നിന്നും വലിയ പ്രോബ്ലം ആയേനെ. അപ്പോൾ എനിക്ക് തയ്ക്കാനുണ്ട്. ഞാൻ ചിക്കായൊക്കെ വന്നിട്ട് പതുക്കെ അങ്ങോട്ട് പോയിരുന്നു തയ്ക്കാമെന്ന്. അടുക്കളയിൽ കയറാൻ സമയമായി വരുന്നു. മടി പിടിച്ച് ഇങ്ങനെ പോയാൽ ഒരു ദിവസം അങ്ങനെ അങ്ങ് പോകും കേട്ടോ. രാവിലെ എല്ലാ കാര്യങ്ങളുമൊക്കെ ഒതുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ടൈം കിട്ടും. കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഒതുങ്ങി വരും. ഇതെനിക്ക് അറിഞ്ഞൂടാ. ഇച്ചിരി മടി പിടിച്ചിരുന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്നിപ്പോൾ വളരെ കാര്യമായിട്ട് വീഡിയോ എടുക്കാൻ എനിക്ക് വയ്യ, മടി, അത് തന്നെ. നമുക്ക് നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടോ എന്ന് പറയണം കേട്ടോ. ചില ദിവസങ്ങളിൽ ഒരു അലസഭാവം വരുന്ന ദിവസങ്ങൾ വെറുതെ ഒരിടത്ത് മിണ്ടാതിരിക്കാൻ തോന്നും, ഒന്നും ചെയ്യാതെ. പക്ഷെ അങ്ങനെ ഇരിക്കാൻ പറ്റില്ല, നമ്മൾ ചെയ്യാനുള്ള ജോലികൾ ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ തോന്നിയാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ഉള്ളിൽ നിന്ന് ഒരാൾ പറയും, എണീക്ക് പോ, എന്നിട്ട് ജോലികൾ ചെയ്യ്, എന്തെങ്കിലും കഴിക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ ആരെയോ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറയും. അപ്പോൾ നമ്മൾ എണീറ്റ് പോയി ജോലി ചെയ്തേ പറ്റൂ. അങ്ങനെ അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ചിട്ട് നിർത്താം. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റൊക്കെ ഒപ്പിച്ചിട്ട് ഞാൻ വരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.